श्रीमद्भागवतं पुराणममलं यद्वैष्णवानां प्रियं यस्मिन् पारमहंस्यमेकममलं ज्ञानं परं गीयते तत्र ज्ञानविरागभक्तिसहितं नैष्कर्म्यमाविष्कृतं तच्छृण्वन् विपठन् विचारणपरो भक्त्या विमुच्यते नरः। നമുക്ക് തുടങ്ങാം. ഹരി ഹരി. ബ്രഹ്മാംബോധിസമുദ്ഭവം കലിമലപ്രധ്വംസിനം ചാവ്യയം ശ്രീമത്ശംഭുമുഖേന്ദുസുന്ദരവരേ സംശോഭിതം സർവദാ സംസാരാമയഭേഷജം സുമധുരം ശ്രീജാനകീ ജീവനം ധന്യാസ്തേ കൃതിനഃ പിബന്തി സതതം ശ്രീരാമനാമാമൃതം. ധന്യാസ്തേ കൃതിനഃ പിബന്തി സതതം ശ്രീരാമനാമാമൃതം. ദിവി ഭൂമൗ തഥാകാശേ ബഹിരന്തശ്ച മേ വിഭുഃ യോ വിഭാത്യവഭാസാത്മാ തസ്മൈ സർവാത്മനേ നമഃ. തസ്മൈ സർവാത്മനേ നമഃ. ഞാനിത് ചൊല്ലിത്തരാം, നിങ്ങൾ ഏറ്റു ചൊല്ലൂ. ദിവി ഭൂമൗ തഥാകാശേ ബഹിരന്തശ്ച മേ വിഭുഃ बहिरन्तश्च मे विभुः यो विभात्यवभासात्मा यो विभात्यवभासात्मा तस्मै सर्वात्मने नमः. तस्मै सर्वात्मने नमः. तस्मै सर्वात्मने नमः. तस्मै सर्वात्मने नमः. നമുക്കിനി അയോധ്യ ദർബാർ ഹാളിലേക്ക് പോവാം. അവിടെ കേന്ദ്രബിന്ദുവായി ദശരഥപുത്രൻ ശ്രീരാമൻ ഇരിക്കുന്നു. ചുറ്റും അനവധി പേർ സദസ്യരായിട്ടുണ്ട്. ഇപ്പുറത്ത് വസിഷ്ഠ മഹർഷിയും കൂടെയുള്ള തപോധനന്മാരുമുണ്ട്. 18 ദിവസമാണ് സംവാദം നടന്നത്. അതിലെ ആദ്യത്തെ ഭാഗം ശ്രീരാമന്റെ നിവേദനമായിരുന്നു. ഭാരതത്തിലുള്ള പ്രജകളെയും പുണ്യസ്ഥാനങ്ങളെയും കണ്ട് പലരുമായി സംസാരിച്ചും കേട്ടും അറിഞ്ഞും മനസ്സിലാക്കിയും ചിന്തിച്ചും പരിശോധിച്ചും നോക്കിയതിൻ്റെ വെളിച്ചത്തിൽ മനസ്സിന് യാതൊരു സമാധാനവുമില്ല. ഇരിക്കണം എന്നുള്ള വിചാരേ ഇല്ല. ഒരേ ഒരു വ്യത്യാസം, എൻ്റെ മനസ്സിലുള്ള വിഷമം തീരാനായി നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു വിദ്യ ബുദ്ധിക്ക് സ്വീകരിച്ച് പ്രയോഗിക്കാൻ പറ്റുന്നതുണ്ടെങ്കിൽ, മുമ്പിൽ ഇതുപോലെ ഉണ്ടായിട്ടുണ്ടോ, ഇങ്ങനെയുള്ള ദുർഗതിയെ ചികിത്സിച്ച് മാറ്റിയിട്ടുണ്ടോ നമ്മുടെ പൂർവികന്മാർ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ പുണ്യഭൂമിയിൽ അങ്ങനെ ഒന്നും ഉണ്ടാവണം. അത് മഹർഷേ അങ്ങയ്ക്ക് അറിയാമോ? അറിഞ്ഞാൽ എനിക്ക് പറഞ്ഞു തരുമോ? തന്നാൽ എനിക്ക് കേട്ട് മനസ്സിലാക്കി പ്രയോഗിക്കാൻ പറ്റുമോ? പ്രയോഗിച്ചാൽ അത് സഫലമാകുമോ? ഇതിന് ഏതെങ്കിലും ഒരു ചോദ്യത്തിന് മറുപടി ഇല്ല എന്നാണെങ്കിൽ ഞാൻ ഇനി ജീവിച്ചിരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, ഭക്ഷണം കഴിക്കില്ല, വെള്ളം കുടിക്കില്ല
ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ശ്രീരാമൻ അവസാനിപ്പിച്ചത്. ആ അവസാനിച്ച ഘട്ടത്തിൽ നിന്നാണ് വസിഷ്ഠ മഹർഷിയുടെ ഉപദേശം തുടങ്ങിയത്. ഇതുപോലെ ഏകദേശം സമാന്തരമായ ഒന്നായിരുന്നു അർജുനന് 13 കൊല്ലത്തെ തയ്യാറെടുപ്പോടുകൂടി കുരുക്ഷേത്ര രണഭൂമിയിലെത്തി ഭീഷ്മനെയും ദ്രോണനെയും സ്വജനങ്ങളെയും നോക്കിയപ്പോൾ വല്ലാത്ത ഒരു തളർച്ച, ഒരു മോഹം, ഒരു ദുർബലത പിടിപെട്ട് മിണ്ടാതെ ഇരുന്നു. തനിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞതിന് ശേഷം കൃഷ്ണന്റെ മുൻപിൽ കൃഷ്ണൻ തിരിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നു കേട്ടോ. ഒരു നിലയ്ക്ക് പിന്നിലാന്ന് പറയാം. ആ അർജുനെ നോക്കി കൃഷ്ണൻ സംസാരിച്ചത് 2.5 മണിക്കൂറാണ്. അതിൽ എനിക്ക് തോന്നുന്നു ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴേക്കും കരഞ്ഞുകൊണ്ടിരുന്ന അർജുനന്റെ കണ്ണീര് സ്വയം നിന്നു. എന്നിട്ട് അർജുനൻ വളരെ നല്ല ഒരു പൃച്ഛകനായി തീർന്നു. നല്ല ചോദ്യം ചോദിക്കാൻ തുടങ്ങി. അത് പിന്നെ ചോദ്യോത്തരവും സംവാദവുമായി മാറിയത്. എൻ്റെ കൂട്ടരെ, ഞാനിത് എന്തിനാ പറയണത്? പിന്നെയും പറയുന്നതിനൊരു ഉദ്ദേശം ഉണ്ടപ്പാ. നിങ്ങളൊക്കെ തന്നെയാ എൻ്റെ ഉദ്ദേശം. എന്താ ഉദ്ദേശം? എത്ര കഠിനമായ സങ്കടമായാലും ആ സങ്കടത്തിനുള്ള പ്രതിവിധി സങ്കടം അനുഭവിക്കുന്ന മനസ്സിൻ്റെ തൊട്ടടുത്തുള്ള ബുദ്ധിയുടെ അടുത്തുണ്ട്. ആ ബുദ്ധിയെ തട്ടി ഉണർത്തി നമുക്ക് നമ്മളെ പിടിപെട്ടിട്ടുള്ള ദുർഗതി എന്താണെന്ന് വിചിന്തനം ചെയ്താൽ ആ വിചിന്തനത്തിൽ സൂര്യരശ്മിക്ക് മുൻപിൽ മഞ്ഞ് പോകുന്നത് പോലെ ഈ ദുഃഖ ദുരിതങ്ങളെല്ലാം മനസ്സിൻ്റെ അലിഞ്ഞു പോകും. അതാണ് ഇവിടെ അയോധ്യയിലും സംഭവിച്ചത്. ശ്രീരാമനോട് സംസാരിക്കാൻ തുടങ്ങി. ഏതാണ്ട് കുറച്ച് കഴിയുമ്പോഴേക്കും രാമന്റെ മുഖഭാവമൊക്കെ മാറി. ഓരോ ദിവസം ചെല്ലുന്തോറും രാമന് കൂടുതൽ അറിയണം. മഹർഷി പിന്നെയും പറയണം, വീണ്ടും പറയണം, എനിക്ക് മനസ്സിലാക്കണം. അപ്പോൾ രാമന്റെ ഉള്ളിലുള്ള ദുഃഖം അങ്ങോട്ട് മാറി. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അത് പോയി. പിന്നെ അവിടെ ബാക്കി നിന്നത് എന്താ? നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ മനസ്സ് എന്നൊന്ന് കണ്ടിട്ടില്ലെങ്കിലും നമുക്കറിയാം. ബുദ്ധിയെ നാം കണ്ടിട്ടില്ലെങ്കിലും അറിയാം. അഹങ്കാരത്തിനെ പറ്റിയും നമുക്കറിയാം. പക്ഷേ ഈ 3 എണ്ണത്തിന് അപ്പുറത്ത് ഇവയ്ക്കെല്ലാം അധിഷ്ഠാനമായി ആധാരമായി ഒരു മൂലപ്പൊരുളുണ്ട്, ഒരു മൂല സാന്നിധ്യം. ആ സാന്നിധ്യത്തെ പറ്റി ആർക്കും സ്വതവേ അറിയില്ല. അത് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അത് തന്നെയാണ് അർജുനനോട് കൃഷ്ണൻ ചെയ്തത്. അത് തന്നെയാണ് ഇവിടെ വസിഷ്ഠ മഹർഷിയും രാമനോട് പറയുന്നത്. അപ്പൊ ആ കവാടം അങ്ങോട്ട് തുറന്നു കൊടുത്തപ്പോൾ അതിനെപ്പറ്റി അറിയണം, കൂടുതൽ അറിയണം. എന്താണ് ഈ മനസ്സ്? നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു ദുഷ്ടമനസ്സല്ല നമുക്കുള്ളത്. പരിഭ്രമിപ്പിക്കുന്നത്, തളർത്തുന്നത്, ദുഃഖദുരിതത്തിൽ ആഴ്ത്തുന്നത് അങ്ങനെയുള്ള മനസ്സല്ല. ഈ മനസ്സിന് മറ്റേ വശം എന്താ? അത് എത്ര കണ്ട് നിങ്ങൾക്ക് സന്തോഷവും സംതൃപ്തിയും സൗഭാഗ്യവും സാഫല്യവും വേണോ അത് മുഴുവനും കടഞ്ഞെടുത്ത് തരാനും ഇതേ മനസ്സിന് സാധിക്കും. പക്ഷേ ലോകത്തിൽ ജീവിക്കുന്നവരാരും അതിന് പുറപ്പെടാറില്ല. കുട്ടിയായി മാതൃഗർഭത്തിൽ നിന്ന് ജനിച്ചു പുറത്തു വന്നത് മുതൽക്ക് നമുക്ക് ഭൂസ്പർശം എന്ന് പറയുന്നത് ലോകമായിട്ടുള്ള സ്പർശമാണ്. അവിടുന്ന് അങ്ങോട്ട് അമ്മ തൊടുന്നതടക്കം കിടപ്പിൽ നിന്ന് കിട്ടുന്ന സ്പർശമടക്കം എല്ലാം തന്നെ ബാഹ്യലോകമാണ്. ആ ബാഹ്യലോകമാണ് നമ്മുടെ മനസ്സിനെ ഗ്രസിക്കുന്നത്. ആ ഗ്രസനം ഒന്നങ്ങോട്ട് മാറ്റി നമ്മുടെ മനസ്സിനോട് നമ്മൾക്ക് പറയാൻ പറ്റണം. എന്തു പറ്റണം? എടോ മനസ്സേ, എനിക്ക് കുറച്ചൊരു ഉപകാരം ചെയ്യാതെ. ഈ ഇന്ദ്രിയങ്ങളിലൂടെ പുറമേ കാണുന്ന ലോകം, ഈ ലോകദർശനം, ലോകം നമ്മളിലേക്ക് വരുന്നതാണോ അതോ നാം ലോകത്തിലേക്ക് പോകുന്നതോ? ഈ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ് ഞാൻ. കാലത്ത് എണീറ്റാൽ ആ എഴുന്നേൽക്കൽ നിങ്ങളെ എഴുന്നേൽപ്പിച്ചതോ നിങ്ങൾ എണീറ്റതോ? നിങ്ങൾ എണീക്കുന്നു. എഴുന്നേറ്റതിന് ശേഷം നിങ്ങളാണ് കണ്ണു തുറക്കുന്നത്, നിങ്ങളാണ് കാണുന്നത്, നിങ്ങളുടെ ശരീരത്തിനെ ഉണരുന്നത് നിങ്ങളാണ്. ആ ശരീരത്തിനെ ഉണർത്തിത്തന്ന ആ ഉണർവാണ് ഇന്ദ്രിയങ്ങളിലൂടെ പുറമേ വസ്തുജാലങ്ങളെ കാട്ടിത്തരുന്നതും. അപ്പം നിങ്ങളുടെ ജീവിതത്തിൻ്റെ തുടക്കം എവിടുന്ന? ഉള്ളിൽ നിന്നാണ്. ഉള്ളിൽ നിന്ന് പുറത്തേക്കുള്ള ഒരു വികാസവും വർധനയുമാണ് നമ്മുടെ ജീവിതം. അല്ലാണ്ട് പുറമേ നിന്നുള്ള വരവല്ല.
പുറമേയുള്ള വസ്തുക്കൾ ഉണ്ടെന്ന് നമ്മുടെ ഇന്ദ്രിയങ്ങളും മനസ്സും കൂടി നമ്മളെ പറഞ്ഞ് ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എല്ലാറ്റിൻ്റെയും മൂലം നമ്മുടെ മനസ്സാണ്. ആ മനസ്സിന് ഈ ലോകമല്ലാത്ത ഒരു അന്തർമുഖത്വം വരാനുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ ആ മനസ്സ് ഒരു വല്ലാത്ത നിധിയായി ചമയും, നിധിയായി തീരും. ആ വിഷയമാണ് പറഞ്ഞു കൊടുത്തത് ഗ്രഹിച്ചു. ഗ്രഹിച്ചതിന് ശേഷം ശ്രീരാമന് കൂടുതൽ കൂടുതൽ ഈ ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ദ്രവ്യവും ഊർജവും താണ്ടി, ദ്രവ്യതലത്തെയും ഊർജതലത്തെയും താണ്ടി ചേതനാസ്വരൂപമായ ഒരു വിശേഷപ്പെട്ട തലമുണ്ട്. ആ ചേതനാതലത്തിൻ്റെ വൈഭവത്തെ പറഞ്ഞു മനസ്സിലാക്കൂ, ഞാൻ കേൾക്കട്ടെ. അത് മാത്രമേ എൻ്റെ മനസ്സിലുള്ള വിഷമം പോവാനും ഇനി വിഷമം വരാതിരിക്കാനും സഹായിക്കൂ എന്ന് പറഞ്ഞ് കൂടുതൽ കൂടുതൽ ചോദ്യമായി ഉത്തരമായി അങ്ങനെ വർദ്ധിച്ചു. എന്നിട്ട് പറയുകയാണ്, 5ാമത്തെ പ്രകരണമാണ് ഞാനിപ്പോൾ ചില ശ്ലോകങ്ങൾ പറയാൻ പോണത്. എല്ലാം കൂടി 6 എണ്ണമാണെന്ന് പറഞ്ഞുവല്ലോ. ആ 6 എണ്ണത്തിൽ 5ാമത്തത് ഉപശമപ്രകരണത്തിലാണ് ഈ ശ്ലോകങ്ങൾ. അപ്പൊ രാമൻ കേട്ട് അവിടം വരെ എത്തിക്കഴിഞ്ഞു. ഇപ്പൊ ഈ 15 വയസ്സായ രാമനോട് പറയാണ്, നിങ്ങൾ ഒരാൾ മിണ്ടരുത്. ഈ യോഗവാസിഷ്ടം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ എന്നൊരു ശങ്കയോ ഒരു ചോദ്യമോ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരരുത്. 15 വയസ്സ് 16 വയസ്സ് പ്രായമുള്ള രാമനെ നോക്കിയിട്ടാണ് സംസാരിച്ചത്. ആ സംസാരിച്ചത് മുഴുവൻ ആ കുട്ടി ശരിക്കും മനസ്സിലാക്കി. 16 വയസ്സുള്ള രാമന് മനസ്സിലാക്കാമെങ്കിൽ 61, 40, 35, 28 ആയിട്ടുള്ള നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഈ ലോകം പ്രോഗ്രസ് ചെയ്യണോ അതോ മടങ്ങിപ്പോണോ എന്ന് നിങ്ങൾ തന്നെ പറയേണ്ടി വരും. നിങ്ങൾ ഈ ലോകത്തിന് ഒരു അലങ്കാരമോ അതോ അലങ്കോലമോ എന്നാണ് എൻ്റെ ചോദ്യം. നിങ്ങൾ അലങ്കാരമാണെങ്കിൽ ഈ കാര്യം മനസ്സിലാക്കിയേ തീരൂ അലങ്കാരമാകണമെങ്കിലും. അപ്പൊ പറയാണ്, ഈ ലോകത്തിൽ എങ്ങനെ ജീവിക്കണം എന്ന്. എങ്ങനെയാണ് ഈ ലോകത്തിൽ ജീവിക്കേണ്ടത്? അയ്യോ, ഇവിടെ വന്നൂലോ, ഇനി മാതൃഗർഭത്തിൽ നൂലാനുള്ള ഒരു അവസരം കിട്ടരുത്, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പുലമ്പിക്കൊണ്ടാണോ ഇവിടെ ജീവിക്കേണ്ടത്? അല്ല, മന്ദസ്മിത മുഖത്തോടു കൂടി ജീവിക്കണം. എത്ര കഷ്ടപ്പാട് സഹിച്ചാലും സഹിക്കുന്ന മനസ്സിന് ശക്തി കൂടുതലാണ്. ഒരാളും തൻ്റെ ജീവിതത്തെ ചിരിച്ച് ഉയർത്തിയിട്ടില്ല. ആരെങ്കിലും ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അല്പം കണ്ണുനീരോടുകൂടി വലഞ്ഞ് കഷ്ടപ്പെട്ടാണ്. നിങ്ങൾക്കൊരു പർവ്വതത്തിൻ്റെ മുകളിൽ ചെന്ന് ആ ദൃശ്യം കാണണം എന്നുണ്ടെങ്കിൽ ആ പർവ്വതത്തിലേക്ക് ചവിട്ടിക്കയറേണ്ടി വരും. ആ ചവിട്ടിക്കയറുന്നത് സമതലത്തിൽ നടക്കുന്നത് പോലെയല്ല. ചവിട്ടിക്കയറാൻ ഒരു വിഷമം ഉണ്ടാവും നമുക്ക്. ആ വിഷമം ഉത്സാഹത്തോടു കൂടി സ്വീകരിച്ച് മുകളിലേക്ക് അങ്ങോട്ട് എത്തിയാൽ അവിടെ കാണുന്നതോ ഈ നടന്നതും ക്ഷീണമോ ഒക്കെ നിങ്ങൾ മറക്കും. അപ്പം ഉയർച്ച എന്ന് പറയുന്നത് ഉള്ളുയർച്ചയാണ്, ഉൾവികാസമാണ്. നമ്മുടെ ജീവിതം എല്ലാ ദിവസവും നമ്മളിൽ നിന്നാണ് വിടരുന്നത്. നമ്മളിൽ നിന്ന് വിടർന്ന് മനസ്സിൽ നിന്ന് തുടങ്ങി ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിച്ച് ആ ഇന്ദ്രിയങ്ങളിലൂടെയാണ് ഈ വിശാലതയെ നാം ഗ്രഹിക്കുന്നത്. അപ്പം ഗ്രഹണം നമ്മളിലാണ്, ലോകത്തിൽ ഒരു ഗ്രഹണവും ഇല്ല. ഈ ഭൂമിയിൽ എത്ര പേര് ചവിട്ടിക്കഴിഞ്ഞു, എത്ര ആൾക്കാർ ജീവിച്ചു കഴിഞ്ഞു. ഈ ഭൂമിയിൽ അതിൻ്റെ വല്ല ഇമ്പാക്റ്റും ഉണ്ടോ? അതിലെന്തെങ്കിലും ആഘാതം അതിനുണ്ടോ? ചെറിയ സംഗതികളല്ല ഞാൻ പറയുന്നത്. ആ ഭൂമിയുടെ തിരിച്ചലിന് കോട്ടം വരാവുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു സംഭവം ഭൂമിയുടെ മുകളിൽ നടന്നിട്ടുണ്ടോ? എന്താ നിങ്ങൾ മിണ്ടാണ്ടിരിക്കണേ? ആലോചിക്കണപ്പാ. ഈ ലോകത്തിൽ പുതിയത് എന്ന് പറഞ്ഞ ഒന്നുമില്ല, ഒക്കെ പഴയതാ. മനുഷ്യൻ്റെ ശരീരം മാറിയിട്ടില്ല. പഴയ പഴഞ്ചൻ ശരീരവും ഇന്നത്തെ ശരീരവും ഒന്നാണ്. 10 ഇന്ദ്രിയങ്ങൾക്ക് ഇരിക്കാനുള്ള ഒരു വാസസ്ഥാനമാണ് നമ്മുടെ ശരീരം. അതിന് ഭക്ഷണവും വെള്ളവും ഒക്കെ ആവശ്യമാണ്. ആദിമ മനുഷ്യനും ഭക്ഷണം കഴിച്ചു, ഇപ്പോൾ നമ്മളും ഭക്ഷണം കഴിക്കുന്നു. കഴിക്കുന്നതിൽ ചില വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. പക്ഷേ കഴിക്കുന്നത് വായാണ്, പോകുന്നത് വയറ്റിലേക്കാണ്, ദഹിപ്പിച്ച് രക്തമാക്കുന്നത് അലിമെൻ്ററി കനാലാണ്. അതിനൊരു മാറ്റവും ഇല്ല. ഈ ലോകത്തിന് മാറ്റം വന്നിട്ടുണ്ടോ? അതുമില്ല. പണ്ടത്തെ ഭൂമി തന്നെ, പണ്ടത്തെ ജലം തന്നെ, പണ്ടത്തെ കാറ്റ് തന്നെ, പണ്ടത്തെ അഗ്നിയാണ്, ആകാശവും അത് തന്നെ. പാഞ്ചഭൗതിക പ്രപഞ്ചത്തിന് ഒരു മാറ്റവും ഇല്ല, പാഞ്ചഭൗതിക ശരീരത്തിന് ഒരു മാറ്റവും ഇല്ല.
അതിൻ്റെ ഉള്ളിലുള്ള മനസ്സിനും ബുദ്ധിക്കും അഹങ്കാരത്തിനും മാറ്റമുണ്ടോ? ഇല്ല. പിന്നെ എന്താ നിങ്ങൾ ഈ മാറ്റം പരിഷ്കാരം എന്ന് പറയണത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്ന് പുതിയതായിട്ട് ചിന്തിക്കുമപ്പാ. ട്രൈ ടു തിങ്ക് ഒറിജിനലി വിത്ത് എ ഡിഫറൻസ് ആൻഡ് ഹാവ് എ പ്രോപ്പർ ഇവാലുവേഷൻ ഓഫ് വാട്ട് യുവർ ലൈഫ് ഈസ്. വേർ ഈസ് ഇറ്റ് സെൻറ്റേഡ്? വേർ ഫ്രം ഡസ് ഇറ്റ് പ്രോഗ്രസ്? ഈസ് ഇറ്റ് an extension from the individual or is it an entry into the individual? ഒരു വ്യക്തിയുടെ ഉള്ളിൽ ലോകം വന്ന് കിടക്കുകയാണോ, അതോ വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് മനസ്സ് ഇന്ദ്രിയങ്ങളിലൂടെ ലോകത്തിലേക്ക് പ്രവേശിച്ച് കിടന്ന് കാണുന്നതോ? ഈ മനസ്സാണ് എല്ലാറ്റിനും കാരണം. ആ മനസ്സ് ആദ്യമായി നമ്മളെ ദുഃഖിപ്പിക്കുന്നു. അത് വേണ്ടതുപോലെ മനസ്സിലാക്കി ചികിത്സിക്കുന്ന പക്ഷം അതേ മനസ്സ് നമ്മളെ പരമാനന്ദ ഭരിതരാക്കി തീർക്കും. ആ രണ്ടാമത്തെ വിദ്യ ആരും കൈക്കലാക്കുന്നില്ല, അതിന് ശ്രദ്ധയുമില്ല. അതുകൊണ്ടാണ് അവർ കഷ്ടപ്പെടുന്നത്. അവർ കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ കഷ്ടപ്പാട് മാറില്ല അപ്പാ. നിങ്ങൾ എത്രത്തോളം കാലം ബഹിർമുഖ ദൃഷ്ടിയോടുകൂടി ഇരിക്കുന്നുണ്ടോ രാമനെ മാതിരി കഷ്ടപ്പെടേണ്ടി വരും. ആ കഷ്ടപ്പാട് പോകണമെങ്കിൽ വസിഷ്ഠരെ പോലെ ഒരാളുടെ തത്വപ്രവചനം കേട്ടേ മതിയാകൂ. അപ്പോൾ രാമനത് മനസ്സിലാക്കി ഗ്രഹിച്ചതിന് ശേഷം വസിഷ്ഠ മഹർഷിക്ക് നല്ല ആത്മവിശ്വാസത്തോടു കൂടി സംസാരിക്കുകയാണ്. എന്താ സംസാരിക്കണേ? അന്തഃസന്ത്യക്ത സർവാശോ വീതരാഗോ വിവാസനഃ ബഹിഃ സർവസമാചാരോ ലോകേ വിഹരരാഘവ. ലോകേ വിഹരരാഘവ. ഈ ലോകത്തിൽ വിഹരിക്കൂ എൻ്റെ പൊന്നുരാമ. ഞങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചത് നിന്റെ ദുഃഖഭാരമാണ്, നിന്റെ സംശയഭാരമാണ്, നിന്റെ മോഹ ആക്രമണമാണ്. അതൊക്കെ ഇപ്പോൾ മനസ്സിന്ന് പോയില്ലേ? ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സംസാരം എനിക്ക് നിർത്തേണ്ടി വന്നു രാമ. നിന്റെ മനസ്സ് ഉള്ളിൽ ലയിച്ചിരുന്നത് കൊണ്ട്. ആ മനസ്സ് പൂർണ്ണമായി പറഞ്ഞു കൊടുത്തതൊക്കെ കേട്ട് മനസ്സിലാക്കി ആഗിരണം ചെയ്ത് ആ മനസ്സ് എന്തായി? ഉള്ളിലങ്ങോട്ട് അമർന്ന് ലയിച്ചു പോയി. എവിടെ പോയി നിന്റെ ദുഃഖം? എവിടെ പോയി നിന്റെ ആലോചന? എവിടെ പോയി നിന്റെ എതിർപ്പ്? എവിടെ പോയി നിന്റെ വയ്യായ? അപ്പൊ ഈ വയ്യായൊക്കെ ഉണ്ടാക്കുന്ന മനസ്സ് അങ്ങനെ അല്ലാതെ ആക്കാനും ശക്തമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആ ശക്തമായത് മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ലോകത്തിൽ ഇന്ന് മുതൽക്ക് നീ ജീവിക്കുന്നത് വിഹാരം പോലെയാണ്. പന്ത് കളിക്കാർ പന്ത് കളിക്കാൻ പോണു, ക്രിക്കറ്റ് ടീംസ് ക്രിക്കറ്റ് കളിക്കാൻ പോണു. ആയിരക്കണക്കിനും പതിനായിരക്കണക്കിനും പ്രേക്ഷകരുണ്ടാവും. ടെലിവിഷന് കൂടി നോക്കുന്ന സമയത്ത് അത്രയല്ല, ലക്ഷോപലക്ഷം കോടാനുകോടി പ്രേക്ഷകരാണ് അവർക്ക്. രണ്ടുപേരും അസലായിട്ട് കളിക്കും. ഒരു വിക്കറ്റ് കിട്ടിയാൽ കിട്ടിയിട്ടുള്ള ഭാഗം കൈ കൊട്ടി കെട്ടിപ്പിടിച്ച് ആഹ്ലാദിച്ച് ഓടിച്ചാടും. മറ്റവരോ അവിടെ രണ്ടും നടക്കുന്നുണ്ട്. രണ്ട് നടത്താലും എല്ലാവർക്കും അറിയാം അതൊരു കളിയാണെന്ന്. കളിയിൽ ഒരു രാജ്യം ഇനിയൊരു രാജ്യത്തിനെ തോൽപ്പിച്ചാൽ ആ രാജ്യത്തിന് തോൽവി വന്നു എന്നൊന്നുമില്ല. അവരുടെ രണ്ട് ക്രിക്കറ്റ് ടീമില് ഒരു ടീം തോറ്റു എന്നേ അർത്ഥമുള്ളൂ. രാജ്യം തോറ്റോ? തോറ്റില്ലല്ലോ. പിന്നെ എന്താ? ഇന്ത്യ ഇന്ത്യ ലോസ്റ്റ്, അല്ലെങ്കിൽ ബ്രിട്ടൻ ലോസ്റ്റ്, അല്ലെങ്കിൽ ബ്രിട്ടൻ വൺ, ഇന്ത്യ വൺ എന്നൊക്കെ എഴുതുന്നുണ്ടല്ലോ. എന്ത് വിന്നിങ്ങാ നമുക്ക് കിട്ടിയേ? ആ രാജ്യത്തിന് കിട്ടിയോ നമുക്ക്? ആ പ്ലേയേഴ്സിനെ കിട്ടിയോ നമുക്ക്? നിങ്ങൾ എന്താ പറയണേ? കളിക്കുമ്പോൾ കളിയാണെങ്കിലും അതിൽ നല്ല കാര്യബോധം ഉണ്ടല്ലോ. പക്ഷേ കളിയാണെന്നുള്ള വാസ്തവം അവിടെ അവശേഷിക്കുന്നു. കളിക്കുന്നവർക്കും അത് നല്ല പോലെ അറിയാം. ഒരു ദിവസം ഒരു ക്രിക്കറ്റ് കഴിഞ്ഞ ആ വേൾഡ് മാച്ചിലാണത്, കപ്പിന്, വേൾഡ് കപ്പിന് തോറ്റ ടീമിലുള്ള ഒരാൾ അവിടെ കിടക്കണു. ഞങ്ങൾക്ക് നോക്കിയിട്ട് വല്ലാതെ ചിരിച്ചു പോയി. കളിയിലാണപ്പോൾ തോറ്റിരിക്കണേ. ഏതെങ്കിലും ഒന്നിലോ അവർ തോൽക്കും, അല്ലെങ്കിൽ മറ്റവർ തോൽക്കും. അപ്പോൾ ഒന്നിലോ നമ്മൾ തോൽക്കും, അല്ലെങ്കിൽ മറ്റുള്ളവർ തോൽപ്പിക്കില്ലേ. അപ്പോൾ ഒരാൾ തോറ്റാലല്ലേ ഒരാൾക്ക് ജയിക്കാൻ പറ്റുള്ളൂ. രണ്ടുപേരും ഒരുപോലെ പ്രധാനികളാണ് കളിയിൽ. തോറ്റ ടീമും ജയിച്ച ടീമും. ജയിച്ച ടീം ആദ്യമായിട്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് നിങ്ങൾ ഞങ്ങളെ ജയിപ്പിച്ചതിന് ഞാൻ കൃതജ്ഞത അറിയിക്കണമെന്ന് ക്യാപ്റ്റൻ പറയേണ്ടതാണ്. അപ്പോഴേ മനുഷ്യനായുള്ളൂ. അതുവരെ മനുഷ്യനായില്ല, കളിക്കാരനായുള്ളൂ. അപ്പോൾ ഈ ലോകേ വിഹര രാഘവ എന്ന് പറയുമ്പോൾ അതിന് വലിയ അർത്ഥമാണ്. അന്തഃ സന്ധ്യക്ത സർവാശോ വീതരാഗോ വിവാസന. മനസ്സിന് സാധാരണ വളരെയധികം ആഗ്രഹങ്ങളും അത്യാർത്ഥികളും ഒക്കെ ഉണ്ടാവും. ആ ആഗ്രഹങ്ങളും അത്യാർത്ഥികളും ആവശ്യമില്ല.
സന്തോഷം സന്തോഷം എന്ന് പറയുന്നത് മനസ്സിലുള്ള വൈകാരികമായ ഒരു നിർമ്മിതിയാണ്, ഒരു ക്രിയേഷനാണ്. ഒരു വിഷയവും പുറമേ നിന്ന് നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിച്ച് നമുക്ക് സുഖമുണ്ടാക്കുന്നില്ല. വിഷയങ്ങളൊക്കെ പുറത്ത് അവിടെ നിൽക്കണേ ഉള്ളൂ, നമ്മുടെ ഉള്ളിലേക്ക് ഒരെണ്ണം പ്രവേശിക്കുന്നില്ല. നമ്മുടെ ഉള്ളിലുള്ള മനസ്സാണ് വിഷയങ്ങളുടെ പ്രതീതി ജനിപ്പിക്കുന്നത്, പ്രതിച്ഛായകൾ എടുത്ത്. അത് മനസ്സാണ്, മനസ്സിൻ്റെ തന്നെ പ്രതിച്ഛായ മനസ്സിൽ തന്നെ പതിപ്പിക്കുകയാണ്. അവിടെ മനസ്സല്ലാതെ പുറമേ ഒരു വിഷയം വന്നിട്ടുണ്ടോ ആലോചിച്ച് മറുപടി പറയും. നമ്മുടെ മനസ്സ് ലോകത്തിൽ വ്യവഹരിക്കുന്ന സമയത്ത് ലോകത്തിൽ നിന്നൊരു പൊട്ട് പോലും നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ മനസ്സിൻ്റെ ഭാഗമായി വരുന്നുണ്ടോ? വരുന്നില്ല. ലോകം അതിൻ്റെ പാട്ടിൽ നിൽക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മനസ്സാണ് എല്ലാം ഉണ്ടാക്കി തീർക്കുന്നത്. അപ്പൊ സന്തോഷം എന്ന് പറയുന്നത് ആരുടെ സൃഷ്ടിയാ? മനസ്സിൻ്റെ സൃഷ്ടിയാ. മനസ്സിൻ്റെ സൃഷ്ടിയാണ് സന്തോഷം എന്നുണ്ടെങ്കിൽ ഈ സന്തോഷം അനുഭവിക്കാൻ നമ്മൾ എങ്ങോട്ട് നോക്കണം? മനസ്സിൽ നോക്കണം. ആ മനസ്സിൻ്റെ സന്തോഷത്തെ എന്തെങ്കിലും ഒന്ന് അപഹരിക്കാൻ പറ്റുമോ? പുറമെ, ഞാൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? പുറമേ നിന്നുള്ള ഏതെങ്കിലും ഒരു വസ്തു നമ്മുടെ ശരീരത്തിൽ ഉള്ളിൽ കിടന്ന് മനസ്സിനെ ബാധിക്കുമോ? മനസ്സിനെ സ്പർശിക്കുമോ? ഇല്ല. അപ്പം മനസ്സ് രചിക്കുന്ന സന്തോഷത്തെ പുറം വസ്തുക്കൾ അപഹരിക്കാൻ ശക്തമാണോ? അല്ല. മനസ്സിൻ്റെ സന്തോഷം മനസ്സിൻ്റെ കയ്യിൽ തന്നെയാണ്. അത് നഷ്ടപ്പെട്ടാലേ അത് നഷ്ടപ്പെടുള്ളൂ. അല്ലാതെ പുറമേ നിന്നൊരാൾക്ക് നഷ്ടം അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ ആവുമ്പോൾ നീ എന്തു വേണം രാമ? മനസ്സിൽ ധാരാളം സന്തോഷം രചിച്ച് ആ സന്തോഷ സമ്പൂർണനായി ഈ ലോകത്തിൽ നിന്ന് ഒരു സാധനവും കിട്ടാനോ കൊടുക്കാനോ ഉണ്ടോ എന്നുള്ള തോന്നൽ ഇനി നിന്റെ മനസ്സിൽ തങ്ങരുത്. എല്ലാറ്റിനെയും വിട്ടുകളഞ്ഞ് അന്തഃ സന്ത്യക്ത സർവാശ. ഒന്ന് കേക്കിനപ്പ ഈ പദങ്ങൾ. അന്തഃ സ്വന്തം ഉള്ളിൽ, സന്ത്യക്ത സർവാശോ എല്ലാവിധത്തിലുള്ള ആശകളെയും ഇത് പറഞ്ഞ് തള്ളിക്കളഞ്ഞ് ഉപേക്ഷിച്ച്. ഉപേക്ഷ എന്തിനെയാ? ആഗ്രഹത്തിനെയാണ് ഉപേക്ഷിക്കുന്നത്, വസ്തുക്കളെയല്ല ഉപേക്ഷിക്കുന്നത്. വീട് ഉപേക്ഷിക്കുന്നില്ല, കുട്ടികളെ ഉപേക്ഷിക്കുന്നില്ല, സമ്പാദ്യം ഉപേക്ഷിക്കുന്നില്ല. അത് സാധ്യവുമല്ല. ഉപേക്ഷിക്കാൻ സാധിക്കുന്ന ഒരു വസ്തുവുണ്ട്. അതെന്താ? മനസ്സിലുള്ള തെറ്റായ വിചാരങ്ങളും തെറ്റായ വിലമതിപ്പുകളും മോഹവും ഭ്രമവും സംശയവുമെല്ലാം. അപ്പം ഇവിടെ ഉപേക്ഷിക്കാൻ പറയുന്നത് ഉള്ളിൽ സന്ധ്യക്ത സർവാശോ, എല്ലാ ആശകളെയും എങ്ങനെ വന്നുകൂടിയോ, ഓരോ ആശയും എങ്ങനെ രചിച്ചുവോ അതുപോലെ ഇപ്പോൾ ഇല്ലാതെയാക്കി തീർക്കുക. വീതരാഗോ വിവാസന. അങ്ങനെ ആഗ്രഹങ്ങളെ കവച്ചു വെച്ച് അതിനെ ട്രാൻസെൻഡ് ചെയ്യുന്ന ഒരു നിലയുണ്ട്. മനസ്സ് എപ്പോൾ നോക്കിയാലും വീതരാഗനായിരിക്കും, വീതരാഗമായിരിക്കും, വിവാസനമായിരിക്കും. സാധാരണ നമ്മുടെ മനസ്സിൽ വാസനകൾ, ആശകൾ നിറഞ്ഞിരിക്കുകയാണ്. എങ്ങനെ ആശകൾ നിറഞ്ഞിരിക്കുന്നുവോ അതുപോലെ ആശ ഇല്ലാതെ ഇരിക്കും. അപ്പം ആശ ഇല്ലാതെയാവാൻ എന്തു വേണം? ആത്മപൂർണന്മാരാകണം. മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും നാം നോക്കിക്കാണുന്നതൊക്കെ സ്ഥൂല വസ്തുക്കളെയാണ്. അതുകൂടാതെ പിന്നിലൊരെണ്ണുണ്ട്, ഞാൻ എന്ന് പറയുന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്ന ആ എപ്പോഴും സന്നിഹിതമായിരിക്കുന്ന ആ സാന്നിധ്യം. ആ ആത്മതലത്താൽ നാം പൂർണ്ണരാവണം. അങ്ങനെ വരുമ്പോൾ രാഗങ്ങൾക്ക് മീതെ പോയി വാസനയെയും അതിജീവിച്ച് ബഹിസ് സർവസമാചാരോ. അങ്ങനെ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? മിണ്ടാതിരിക്കണോ? അല്ല. ബഹിഹി പുറത്ത്, സർവസമാചാരോ അന്നേ വരെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പോലും ചെയ്യാൻ സാധിക്കും. ആഗ്രഹം എന്ന് പറയുന്നത് മനസ്സിനെ ഇടുക്കുന്നതാണ്. ഇടുക്കങ്ങളെല്ലാം വിട്ടങ്ങോട്ട് പോവും. ഇടുക്കം, ആഗ്രഹങ്ങൾ വിടുന്നതോടുകൂടി മനസ്സിനെ എടുക്കുന്നതെല്ലാം പോയി. അപ്പം മനസ്സ് ഉല്ലസിക്കാൻ തുടങ്ങും, വിലാസമുണ്ടാവും, അതിന് വികാസമുണ്ടാവും, വൃദ്ധി ഉണ്ടാവും, അത് ഉജ്ജ്വലമാവും. അതാണ് ശ്രീരാമനിൽ ജ്വലിച്ചു നിന്ന ആത്മമഹിമ എന്നിവിടെ പേര് കൊടുത്തത് ഈ തത്വപ്രവചന പരമ്പരയ്ക്ക്. ശ്രീരാമനിൽ ജ്വലിച്ചു നിന്ന ആത്മമഹിമ കേൾക്കണം നിങ്ങൾ. ജ്വലിക്കണോ? അതിങ്ങനെ എന്താ ജ്വലിക്കുന്നത്? ആത്മമഹിമ. ഇപ്പൊ നമ്മൾ എന്താ ജ്വലിപ്പിക്കാൻ നോക്കുന്നത്? ലോകമഹിമ. എന്നിട്ട് വിജയികളാവണുണ്ടോ? ഇല്ല. കണ്ണീരും ദുഃഖവും അത് തന്നെയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. എന്തെങ്കിലും ഒരു സാധനം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിനെ സന്തുഷ്ടി കൊണ്ട് നിറയ്ക്കാൻ പറ്റുമോ? ഈ ലോകത്തിൽ നിറയ്ക്കാൻ പറ്റില്ല, പറ്റില്ല, പറ്റില്ല. മനസ്സിനൊട്ട് ആവശ്യവുമില്ല. മനസ്സ് തന്നെത്താനെ നിറയ്ക്കാൻ പര്യാപ്തമാണ്, ശക്തമാണ്, സമർത്ഥമാണ്.
അതിന് വേണ്ടത്ര ത്രാണിയുണ്ട്. ആ സയൻസ്, ആ ശാസ്ത്രം മനസ്സിലാക്കിയാൽ മതി. ബഹി സർവസമാചാരോ, ഒരൊറ്റ കാര്യം കണ്ട് വിമുഖത തോന്നരുത്, മുഷിപ്പ് തോന്നരുത്. എന്തെല്ലാം വേണമോ അതൊക്കെ ചെയ്തോളൂ. അങ്ങനെയല്ലേ ശ്രീരാമൻ സീതയെ കല്യാണം കഴിച്ചതും ഒരു കാലത്ത് വിടേണ്ടി വന്നപ്പോൾ വിട്ടതും? എങ്ങനെ സാധിച്ചു? ആലോചിച്ച് നോക്കൂ. സീത ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ വിട്ടത്? അല്ല. സിംഹാസനത്തിലിരിക്കുന്ന സമയത്ത് ഇക്ഷ്വാകു വംശത്തിൽപ്പെട്ട ഈ സിംഹാസനം, രാജാക്കന്മാരുടെ പാരമ്പര്യം, അതിൽ എന്നിൽ നിന്നൊരു കളങ്കം ഈ വംശത്തിന് വരുത്താൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് സീതയെ ഉപേക്ഷിച്ചത്. ഇത് സീതയ്ക്ക് ഇഷ്ടമായിരുന്നോ? അത് മാത്രമേ സീതയ്ക്ക് ഇഷ്ടമായിരുന്നുള്ളൂ. ഞാൻ എപ്പോഴും പറയും, പരമാവധി സീതയായിട്ടൊന്ന് സംസാരിച്ചിട്ട് ചെയ്യാമായിരുന്നുല്ലോ എന്ന്. അതെന്തിനാ? സംസാരിച്ചോളണമെന്നില്ല. അവർ തമ്മിലുള്ള ധാരണ അത്ര വിശേഷപ്പെട്ടതാ. ഭാര്യാഭർത്താക്കന്മാരോട് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് വേണ്ട ഇങ്ങനെ പറയൂ അങ്ങനെ പറയൂ എന്ന്. അവർ ഭാര്യയും ഭർത്താവുമായി ഇരിക്കുമ്പോൾ നല്ല പാരസ്പര്യം അവർക്ക് ഉണ്ടാവണം. അപ്പോഴേ അവർ ഭാര്യാഭർത്താക്കന്മാരാവുള്ളൂ. അപ്പോൾ അവർ സ്വയം തീരുമാനിക്കേണ്ടതാണ്, പറഞ്ഞിട്ട് ഉപേക്ഷിക്കണോ പറയാതെ ഉപേക്ഷിക്കണോ എന്നൊക്കെ. രാമന് തക്ക കാരണം ഉണ്ടാവും, പറയേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലായിട്ടുണ്ടാവും. സിംഹാസനത്തെ വിട്ടുപോയതോ കാട്ടിലേക്ക്, അതെങ്ങനെ സാധിച്ചു? എങ്ങനെ സാധിച്ചു? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സീതയും ശ്രീരാമനും തലേ ദിവസം വ്രതങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാമായി കിടന്നുറങ്ങി കാലത്ത് നേരത്തെ എണീറ്റു. അച്ഛൻ വിളിക്കുന്ന കാത്തിരുന്നു. സൂര്യൻ ഉദിച്ചു. 9 മണിയായി, കാണാനില്ല. അപ്പോഴാണ് കൈകേയിയുടെ വാക്ക് വന്നത്. അവിടെ ചെന്നപ്പോൾ പറഞ്ഞതെന്താ? അച്ഛൻ അവിടെ കിടക്കുകയാണ് കരഞ്ഞുകൊണ്ട്. എന്താന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ ചെയ്ത പ്രതിജ്ഞ പരിപാലിക്കേണ്ടി വന്ന സമയത്ത് അതിൻ്റെ ഭാരം സഹിക്കുകയ്യാതെ കിടന്ന് കരയുകയാണ്. എന്താ സംഗതി? രാമാ, നിനക്ക് യുവരാജാഭിഷേകമില്ല, പകരം എൻ്റെ ഭരതനാണ്. നീ എന്തു വേണം? 14 വർഷം കാട്ടിലേക്ക് പോകണം, താപസ വേഷം ധരിച്ച്. ചെറിയമ്മേ, ഇത്രയേ വേണ്ടൂ എന്ന് ചോദിച്ചു അത്രേ. എനിക്ക് തോന്നുന്നു കൈകേയി രാമൻ്റെ മുമ്പിൽ തോറ്റു, തുന്നം പാടി. കൈകേയി പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു മറുപടി പറയുമെന്ന്. എനിക്ക് കുറച്ച് സമയം തരും, എൻ്റെ അമ്മയെയും ബാക്കി മുതിർന്നവരെയും എല്ലാവരെയും പറഞ്ഞ് സമാധാനിപ്പിക്കേണ്ട ഒരു ചുമതല എനിക്കുണ്ട്. അത് കഴിച്ചിട്ട് ഞാൻ സൂര്യാസ്തമനത്തിന് മുൻപ് രാമൻ അയോധ്യ വിട്ട് കഴിഞ്ഞിരിക്കും എന്ന് പറഞ്ഞിട്ടൊരു പോക്കാ പോയത്. ഒന്ന് പറയൂ കൂട്ടരെ, ഇത് ശ്രീരാമൻ എങ്ങനെ സാധിച്ചു എന്ന്. നിങ്ങളെല്ലാവരും രാമഭക്തന്മാരാണല്ലോ, രാമനെ ആരാധിക്കുന്നവരാണ്. ആരാധിക്കുന്നവർ ആരാധ്യതയുള്ളത് കൊണ്ടാണ് ആരാധിക്കുന്നത്. രാമനെ ആരാധ്യമാക്കിയത് ആ മര്യാദാ പുരുഷോത്തമത്വമാണ്. വിടേണ്ടി വന്നപ്പോൾ വിട്ടു, ഒരു വാക്ക് മിണ്ടിയില്ല. സൂര്യാസ്തമനത്തിന് മുൻപ് പോയിരിക്കുന്നതാണ്. അവിടുന്ന് പോയി അമ്മയോട് സംസാരിച്ചു. അമ്മ വല്ലാതെ കരഞ്ഞപ്പോൾ തൻ്റെ ഭാഗം നല്ലപോലെ അമ്മയെ ധരിപ്പിച്ചപ്പോൾ, എൻ്റെ പൊന്നു മോനെ, എനിക്ക് തെറ്റുപറ്റിയതാണ്. സത്പുത്രന്മാർ നിന്നെപ്പോലെ തന്നെ ചെയ്യണം. എനിക്ക് തെറ്റുപറ്റിപ്പോയി. നീ പോ, 14 കൊല്ലം 14 മാസം പോലെ കഴിയട്ടെ. നീ വരുമ്പോൾ നിന്നെ സ്വീകരിക്കാൻ ഞാൻ ഇവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞ അനുഗ്രഹവാക്കാ പറഞ്ഞത്. ഇതാണ് ശ്രീരാമൻ. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കുട്ടികൾ വേണം ഉണ്ടാവാൻ. അതിന് വല്ല പ്രാർത്ഥനയോ വല്ല സങ്കല്പവും ഉണ്ടെങ്കിൽ അത് ചെയ്യൂ. പെൺകുട്ടികൾക്ക് ഗർഭം വന്നാൽ ആ ഗർഭം എങ്ങനെ രക്ഷിക്കണം, എങ്ങനെ വളർത്തണം എന്നുള്ളത് ഗർഭമുള്ള ആളും അതിന് വേണ്ടപ്പെട്ട ആൾക്കാർ, അച്ഛനമ്മമാരെല്ലാവരും പറഞ്ഞു കൊടുക്കാനും വേണം. ഇത് എന്തോ മാതിരി മൃഗങ്ങളുമാതിരി ഗർഭം ധരിച്ചു കുട്ടികളുണ്ടായി എന്ന് പറഞ്ഞാലൊന്നും പറ്റില്ല. ഒരു വംശത്തിന് പുതിയതായി ഈ ലോകത്തിലേക്ക് ഇറക്കി കൊണ്ടുവരിക എന്നാണ് അർത്ഥം ഗർഭം ധരിക്കുക എന്ന് പറഞ്ഞാൽ. ഒരു പുതിയ വംശം, ഒരു തലമുറയാണ് അവിടെ ഉണ്ടാവാൻ പോണത്. സാധാരണഗതിക്ക് ഭൂമി ഉള്ളിടത്തോളം കാലം ആ തലമുറ നിൽക്കും. അതിൻ്റെ ബ്രഹ്മാവാകാൻ പോകുന്നു ഈ അച്ഛനമ്മമാർ. അവരാ ദൗത്യത്തിനെ എങ്ങനെ നിർവഹിക്കണം? തപസ് വേണമപ്പാ, തപസ് വേണം. അതാണ് നമുക്ക് ആവശ്യം. തപസ് എന്ന് പറയുന്നത് മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും അഹങ്കാരം കൊണ്ടും ചെയ്യുന്നതാണ്. ഒരു നിലയ്ക്ക് നിയന്ത്രണമുണ്ട്, ഒരു നിലയ്ക്ക് നിഷേധമുണ്ട്. അതിൽ കാലത്ത് നേരത്തെ എണീറ്റു, കുളിച്ചു, കാപ്പിയും കൂടി കുടിച്ചില്ല, വ്രതവും അനുഷ്ഠാനവും ഒക്കെ കഴിച്ച് കാപ്പി കൂടി ഇത്തിരി വൈകിച്ചു. ചില ദിവസം ഒരിക്കലിരുന്നു, ചില ദിവസം സാധിച്ച ഉപവാസം ഇരുന്നു. ഇതൊക്കെ എന്തിനാ? നമ്മുടെ ഉൾ വ്യക്തിത്വം നന്നാവാൻ, ശുദ്ധമാവാൻ, പവിത്രമാവാൻ. അപ്പം ശ്രീരാമൻ ഈ ഉപദേശം കേട്ടിട്ട് എന്തുണ്ടായി ചോദിച്ചാൽ അതുകൊണ്ടേ എല്ലാം ഉണ്ടായുള്ളൂ.
അച്ഛന് മകനായി ജനിച്ചിട്ട് മത്തങ്ങ ഒന്നും കിട്ടിയില്ല. കിട്ടിയത് മുഴുവൻ വസിഷ്ഠ മഹർഷി പറഞ്ഞിട്ടാണ്, അത് കേട്ടനുസരിച്ചിട്ടാണ്. ആ വസിഷ്ഠൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്ന് മുതൽക്ക് നിന്റെ ജീവിതം ലോകത്തിൽ വിഹാരമാവണം. ഈ ലോകത്തിൽ ഒന്നിനെ കണ്ടിട്ട് നീ മുഖം ചുളിക്കരുത്. കരയേണ്ടി വന്നാൽ കരഞ്ഞോ, ചിരിക്കേണ്ടി വന്നാൽ ചിരിക്കുന്നത് പോലെ. ആ കരച്ചിലും ചിരിയും രണ്ടും ഒരുപോലെ തള്ളിക്കളയേണ്ടതും അതിജീവിക്കേണ്ടതുമാണ്. കരയരുതെന്നില്ല, ജ്ഞാനികൾക്ക് ഇഷ്ടം പോലെ കരയാം, കൽപ്പിച്ചു കൂട്ടി കരയാം, അല്ലാതെയും കരയാം, ഒരു വിരോധവും ഇല്ല. കരയുന്ന സമയത്തും അവരവരുടെ സ്വന്തം നില വിട്ടുകളയരുത്. ലോകേ വിഹര രാഘവ പ്രവിചാര്യ ദശാ സർവാ യതുച്ഛം പരം പദം തദേവ ഭാവനാലംബ്യ ലോകേ വിഹര രാഘവ. ഞാൻ ഈ പ്രകരണങ്ങളിലൂടെ നിനക്ക് പറഞ്ഞു തന്ന് മനസ്സിലാക്കിയല്ലോ. എടേ, നീ കണ്ണടച്ച് അമർന്നിരുന്നില്ലേ ഉള്ളില്? എന്ത് കേട്ടിട്ടാണ് ഈ അമർന്നിരുന്നത്? എവിടേക്കാണ് നിന്റെ മനസ്സ് പോയത്? പുറമേ എങ്ങാനും പർവ്വതത്തിൻ്റെ മുകളിലേക്കോ ഗുഹയുടെ ഉള്ളിലേക്കോ തപസ് ചെയ്യാനായിട്ട് പോയില്ല. എങ്ങനെയാണ് നിനക്ക് നിർവൃതി ഉണ്ടായത്? ഉള്ളിൽ മുങ്ങിയിട്ട്. അപ്പം നിന്റെ ഉള്ളിൽ തന്നെ മനസ്സിനും ബുദ്ധിക്കും അഹങ്കാരത്തിനും അപ്പുറത്തായിട്ടുള്ള ഒരു വിശേഷപ്പെട്ട നിർവാണ തലം, നിർവൃതി തലം, ഒരു പൂർണ്ണതാ തലമുണ്ട്. ആ തലം നീ അനുഭവിച്ചു കഴിഞ്ഞു. ആ അനുഭവിച്ച തലത്തെ ഓർമ്മ വെച്ചുകൊണ്ട് പ്രവിചാര്യ ദശാ സർവാ. ഈ ലോകത്തിൽ എന്ത് വേണമെങ്കിൽ വന്നോട്ടെ, നല്ല കാലം വന്നോട്ടെ, പൊട്ടക്കാലം വന്നോട്ടെ. നല്ല കാലവും നിൽക്കില്ല, പൊട്ടക്കാലവും നിൽക്കില്ല. മാറി മാറി ഇങ്ങനെ വരും. അങ്ങനെ മാറി മാറി വരുന്നതാണ്, പരിവർത്തന സ്വരൂപമാണ് പ്രകൃതിയുടെ സ്വഭാവം. അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ എന്തു തന്നെ വന്നാലും വരാനും പോകാനും അനുവദിച്ച് അതിന് രണ്ടിനും സാക്ഷിയായിരിക്കുന്ന വിശേഷപ്പെട്ട ഒരു നിലയുണ്ട്. ഈ നില നിനക്ക് തരുന്നത് ആത്മബലവും ആത്മവീക്ഷണവുമാണ്. അതുകൊണ്ട് നിനക്ക് മുങ്ങാനും തേടാനുമുള്ളത് ഉള്ളാണ്. അതിനെ തട്ടിക്കൊണ്ടുപോകാൻ ആർക്കും പറ്റില്ല. അതുകൊണ്ട് അനാവശ്യമായ മത്സരമോ അനാവശ്യമായ കാമക്രോധാദികളോ ഒന്നുമില്ലാതെ അതുച്ഛമായിരിക്കുന്ന ആ പദത്തെ ഓർമ്മ വെച്ചുകൊണ്ട് തദേവ ഭാവനാലംബ്യ, അതാകണം നിന്റെ ആശ്രയം, അതാകണം നിന്റെ നങ്കൂരം, അതാകണം നിന്റെ റെഫ്യൂജ്. പുറമേ ഉള്ളതല്ല. നീ സിംഹാസനത്തിൽ ഇരുന്നോ, രാജ്യം പരിപാലിച്ചോ, നികുതി മേടിച്ചോ, ഒക്കെ ചെയ്തോ, ഇതൊക്കെ നശ്വര ലോകത്തിലുള്ള പുറംപൂച്ചാണ് എന്ന് മനസ്സിലാക്കി ലോകേ വിഹര രാഘവ, ഈ ലോകത്തിൽ വിഹരിച്ചു കൊണ്ടിരിക്കുക. അന്തർനൈരാശ്യമാദായ ബഹിരാശോന്മുഖേ ഇതഃ ബഹിസ്തപ്തോ അന്തരാശീതോ ലോകേ വിഹര രാഘവ. എന്താ ഇവിടെ പറയണത്? അന്തർനൈരാശ്യമാദായ, ഉള്ളിൽ. കേൾക്കുന്നുണ്ടോ കൂട്ടരെ നിങ്ങൾ? ഉള്ളിൽ ആ നൈരാശ്യം എന്ന് പറയുന്ന പരമസുഖമുണ്ടല്ലോ, അതാവണം നിങ്ങൾ പേറി നടക്കുന്നത്. ആശയുടെ ദാസന്മാരാവരുത്, അടിമകളാവരുത്. ഈ ലോകം നമുക്ക് നൽകാനുള്ളതാണ്, എടുക്കാനുള്ളതല്ല. നാം കൊടുക്കുന്നവരാവണം, ഇരക്കുന്നവരാവരുത്. എത്രയുണ്ടെങ്കിലും അതിൻ്റെ ഒരു ഭാഗം കൊടുക്കാൻ നിങ്ങൾ പഠിക്കൂ. കൊടുക്കുന്നവൻ്റെ കയ്യിൽ ഉണ്ടായേ തീരൂ, അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റില്ലല്ലോ. കൊടുക്കാനുള്ള മനസ്ഥിതി ജനങ്ങൾക്കില്ല. ആർക്കെങ്കിലും ഒരാൾക്കുണ്ടെങ്കിൽ ആ കരങ്ങളെ ശക്തിപ്പെടുത്തുന്നത് പ്രകൃതിയുടെ അതിസൂക്ഷ്മ നിയമങ്ങളാണ്. നിങ്ങൾക്ക് അറിയില്ല. കൊടുക്കുന്ന സ്വഭാവം വളർത്തി നോക്കൂ, എന്താവുന്ന്. കൊടുക്കണമെങ്കിൽ കയ്യിൽ വേണമല്ലോ. ടു ഗീവ് മീൻസ് ടു ഗെറ്റ് ടു ഹാവ്. അപ്പോൾ അന്തർനൈരാശ്യമാതായ, ആശയെല്ലാം വിട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകുന്നിടത്തൊക്കെ സൗലഭ്യമാണ്. ആശയാണ് എല്ലാറ്റിനെയും ദരിദ്രമാക്കി തീർക്കുന്നത്. ആ ദാരിദ്ര്യം പോകണമെങ്കിൽ മനസ്സിൽ നിന്ന് ആശയെ വിട്ട് ബഹിരാശോന്മുഖേ ഇതഃ, പുറത്തോ എന്തൊക്കെ വേണോ അതൊക്കെ ചെയ്തോളൂ. ആശയുള്ളവർ എങ്ങനെ പ്രവർത്തിക്കുമോ അതുപോലെ തന്നെ പ്രവർത്തിക്കും. ഒരു പ്രവൃത്തിയിൽ നിന്നും പിൻവാങ്ങരുത്. എന്ത് വട്ടം കൂട്ടുമ്പോഴും അതിന് ഉചിതമായ തരത്തിൽ വട്ടം കൂട്ടണം. ഒരു കുഴപ്പവും ഒരു തരത്തിലും ഉണ്ടാവരുത്. ബഹിസ്തപ്തോന്തരാശീതോ, പുറമെ പല വിധത്തിലുള്ള താപവും നിങ്ങൾക്കാകാം.
ആരെങ്കിലും വന്ന് വിഷമം പറഞ്ഞു കണ്ണീരോടുകൂടി, അത് കേട്ട് നമ്മൾ ചിരിക്കുക. അത് പറഞ്ഞ് കേൾക്കുമ്പോൾ തൊണ്ടയിലത്തെ വെള്ളം വറ്റണം, കണ്ണിൽ നിന്ന് ഓരോ തുള്ളി വെള്ളവും വരണം. അത് കഴിഞ്ഞ് എന്താ ആ ആൾക്ക് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ ആലോചിച്ച് നല്ല മനസ്സോടുകൂടി ചെയ്ത് നല്ല വാക്ക് പറഞ്ഞയക്കുക. ആ വരുന്ന ആൾ വരുമ്പോൾ കരിങ്കല്ലുമാതിരി അമിക്കുഴമാതിരി ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്നാൽ നടക്കുമോ? കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഒരു വിധത്തിലും നിങ്ങളുടെ ഭാവങ്ങളോ ഇമോഷൻസോ സപ്രസ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. എല്ലാറ്റിനെയും സബ്ലിമേറ്റ് ചെയ്ത് ഉദാത്തമാക്കി എടുക്കുകയാണ് വേണ്ടത്. ബഹിസ്തപ്തോ അന്തരാശീതോ, ഇന്ദ്രിയങ്ങളുടെ നിലവാരത്തിൽ താപമൊക്കെ ഉണ്ടായിക്കോട്ടെ, പ്രദർശിപ്പിച്ചോളൂ. പക്ഷേ ഉള്ളിൽ അതിൻ്റെ കൂടെ നിങ്ങളുടെ മനസ്സും ബുദ്ധിയും ആ ശീതളമായിരിക്കണം. അതിനാണ് ഈ അധ്യാത്മം എന്ന് പറയുന്നത്. അധ്യാത്മം നിങ്ങളെ നിറയ്ക്കുന്നത് ഉള്ളുകൊണ്ടാണ്. ഇത് ശ്രീരാമൻ പ്രയോഗിച്ചോ എന്ന് ചോദിച്ചാൽ, ശ്രീരാമനും ലക്ഷ്മണനും കൂടി സീതയോടുകൂടി വനവാസത്തേക്ക് പുറപ്പെട്ടു. അവിടെ ചെന്നു, ദണ്ഡകാരണ്യത്തിലെത്തി. അവിടെ എന്തായി? സീത അപഹരിക്കപ്പെട്ടു. ആ വർത്തമാനം കേട്ടതോടുകൂടി രാമൻ വളരെ പരവശനായി. ഇപ്പം നമ്മളെ നെറ്റിലൊക്കെ ചർച്ച നടക്കുക, ശ്രീരാമൻ ഇത്ര വലിയ മഹാജ്ഞാനിയാണെങ്കിൽ ഭാര്യ നഷ്ടപ്പെട്ടപ്പോൾ എന്തിനു കരഞ്ഞു, പിന്നെ ചിരിക്കണോ? സീത കഷ്ടപ്പെട്ടു, അസലായി കേട്ടോ, ടീ പാർട്ടി നടത്തുക എന്നാ പറയണ്ടേ. നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ സഹതപിക്കണം. അപ്പം ഭാര്യ പോയി എന്ന് പറഞ്ഞാൽ കരയുന്നെ വേണം. അതുകൊണ്ട് ഇപ്പം എന്താ തെറ്റ്? അങ്ങനെ കരഞ്ഞു, സങ്കടപ്പെട്ടു എന്ന് പറയണം. സങ്കടത്തിൽ നിർത്തുകയാണോ ചെയ്തത് രാമൻ? നോക്കൂ, അവർ നടന്നത് എന്താന്നുള്ളതിനൊരു തെളിവുണ്ട്. വാൽമീകി മഹർഷി എഴുതി വെച്ചിട്ടുണ്ട്. ശോകം വിമുഞ്ചാര്യ ധൃതീം ഭജസ്വ സോത്സാഹതാചാസ്തു വിമാർഗണേസ്യാ ഉത്സാഹവന്തോ ഹി നരാനലോകേ സീതന്തി കർമ്മസ്വതിദുഷ്കരേഷു. 4 കുട്ടികൾ, മുത്ത് പോലെയുള്ള കുട്ടികളാണ് ദശരഥനുണ്ടായത് 3 പത്നിമാരിൽ നിന്ന്. ഒക്കെ സാഹോദര്യം. ഞാൻ എപ്പോഴും പറയും, സുന്ദര സാഹോദര്യമാണ് രാമായണത്തിൽ നമ്മൾ കാണുന്നത്. ഏതാനും മിനിറ്റുകൾ വ്യത്യാസമുള്ളൂ ഈ കുട്ടികൾ ജനിക്കാൻ. ഒരേ പ്രായമാണ് എല്ലാവർക്കും. അപ്പം ലക്ഷ്മണൻ പറയാണ്, ശോകം വിമുഞ്ചാര്യ ധൃതീം ഭജസ്വ. ജ്യേഷ്ഠ, എന്തിനെത്ര ദുഃഖിക്കണം? വിട്ടുകളയൂ. ഉള്ളിലുള്ള പൗരുഷം, ആ ഇച്ഛാശക്തിയെ അതിന് വേണ്ടതുപോലെ വളർത്തു. സോത്സാഹതാചാസ്തു വിമാർഗണേസ്യാഹ. ജ്യേഷ്ഠത്തിയമ്മ കാണാനില്ല, ആരോ കൊണ്ടുപോയിട്ടുണ്ട്. നമ്മുടെ ശ്രദ്ധ മുഴുവനും ഇപ്പോൾ ആ ജ്യേഷ്ഠത്തിയമ്മ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ കണ്ടുപിടിക്കാനാ. ഇവിടെ കരയാനൊന്നും ഇപ്പോൾ സമയമില്ല. കരയും വേണ്ട, ചിരിക്കും വേണ്ട. നമ്മുടെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. ആ ആളെ കണ്ടുപിടിക്കാനായിരിക്കണം നമ്മുടെ എല്ലാ വിധത്തിലുള്ള ഉത്സാഹവും തിമിർപ്പും. ഉത്സാഹവന്തോ ഹി നരാനലോകേ സീതന്തി കർമ്മസ്വതിദുഷ്കരേഷു. എത്ര കഷ്ടപ്പെട്ടിട്ടായാലും ഒരു കാര്യം സാധിക്കാനുണ്ടെങ്കിൽ ഒരിക്കലും അവർ വിഷമിക്കാറില്ല. ഉത്സാഹവാന്മാരായിട്ടിരിക്കും. ക്ലേശം കൂടുന്തോറും നമുക്ക് ഉത്സാഹം കൂടുകയാണ് വേണ്ടത്. നമ്മുടെ ശരീരം നിങ്ങളാരും അമ്മ പെറ്റതാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അമ്മ പെറ്റു എന്നുള്ളത് ഒരു വാസ്തവമാണ്. പക്ഷെ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കുമുള്ള ശക്തിയെല്ലാം പ്രകൃതി രൂപപ്പെടുത്തിയതാ. ആ പ്രകൃതി എന്ന് പറയുന്നത് അമ്മയെ പോലെ ഉപായപ്പെട്ട ഒന്നാണോ? അല്ല. ബ്രഹ്മാണ്ടത്തിന് മുഴുവനും ഉൾക്കൊള്ളുന്ന പ്രകൃതിയാണ്. അത് കരുപ്പിടിപ്പിച്ച നമ്മുടെ ഉൾവ്യക്തിത്വത്തിൻ്റെ മഹത്വം എത്രയുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? ഈ ഉള്ളിലല്ലേ ഈ ബ്രഹ്മാണ്ടത്തിനെ മുഴുവൻ നമ്മൾ കാണുന്നത്. അപ്പം നമ്മുടെ ഉള്ളിൽ ചെറുതോ വലുതോ? മറുപടി പറയണപ്പാ. നിങ്ങൾ എന്താ ഈ പിച്ചകളായിരിക്കണേ ലോകത്തില്? പിച്ചകളാകും. പ്രഭുക്കളായി വാഴാൻ പഠിക്കും. പ്രഭുക്കളായി. അപ്പൊ ലക്ഷ്മണൻ പറഞ്ഞു കൊടുക്കുകയാണ്, സീതന്തി കർമ്മസ്വതി ദുഷ്കരേഷു മൃതായാമപി വൈദേഹ്യാം നഷ്ടായാമപി രാഘവ ശോചിതും നാർഹസേ വീര യഥാന്യഃ പ്രാകൃതസ്തഥാ. മൃതായാമപി വൈദേഹ്യാം, വൈദേഹി മരിച്ചു എന്നിരിക്കട്ടെ. നഷ്ടായാമപി രാഘവ, ഇനി നമുക്ക് കിട്ടില്ല, നഷ്ടപ്പെട്ടു എന്നിരിക്കട്ടെ. ശോചിതും നാർഹസേ വീര, വീരനായിരിക്കുന്ന അങ്ങ് ഒരിക്കലും ദുഃഖിക്കരുത്. യഥാന്യഃ പ്രാകൃതസ്തഥാ, സാധാരണ പ്രാകൃതന്മാരുണ്ടല്ലോ
അവരെ പോലെ കരയെ, ദൗർബല്യം കാണിക്കേ, കടുക് പോലെ ചിന്തിക്കുകയെ ചെയ്യരുത്. പർവ്വതം പോലെ, സമുദ്രം പോലെ, ആകാശം പോലെ ചിന്തിക്കൂ. ഈ വന്ന സംഭവം അത്ര വലുതൊന്നുമല്ല, അതിന് പരിഹാരമുണ്ടാക്കാം. അതാണ് നമുക്ക് ആവശ്യം. തദ്വിധാനഹി ശോചന്തി സതതം സർവദർശിനഃ സുമഹത്സ്വപി കൃച്ഛ്രേഷു രാമ അനിർവിണ്ണ ദർശനാഃ. തദ്വിധാനഹി ശോചന്തി സതതം സമദർശിനഃ. വാൽമീകി രാമായണത്തിൽ അരണ്യകാണ്ഡത്തിലെ ശ്ലോകങ്ങളാണിത്. ത്വദ്വിധാനഹി ശോചന്തി സതതം സർവദർശിനഃ. അങ്ങേപോലെയുള്ള മഹാത്മാക്കൾ ദുഃഖിക്കേ. ഒരു സ്വല്പം ഇത്തിരി കണ്ണീരൊക്കെ ഒന്ന് ഒഴിച്ചു, എന്തെങ്കിലും 4 വാക്ക് നമ്മൾ തമ്മിൽ പറഞ്ഞു എന്നുള്ളിടത്തോളം ശരി. അല്ലാതെ ഒരു വലിയ പർവ്വതം പോലെയൊന്നും എടുത്ത് വളർത്തി ഇതിനെ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും ശരി, നമ്മുടെ ഉള്ളിലുള്ള ദർശനം ഒരിക്കലും നമ്മൾ വിട്ടുകളയരുത്. ഞാനിപ്പോൾ ഇത് വായിക്കാൻ പുറപ്പെട്ടാൽ കുറേ അധികം ഉണ്ടാവും. ബുദ്ധിശ്ചതേ മഹാപ്രാജ്ഞ ദേവൈരപി ദുരന്വയ ശോകേനാഭിപ്രസുപ്തം തേ ജ്ഞാനം സംബോധയാമ്യഹം. രാമ, ജ്യേഷ്ഠൻ്റെ കയ്യിൽ വലിയ വിശേഷപ്പെട്ട ഒരു ബുദ്ധിയുണ്ട്. അങ്ങ് മഹാപ്രാജ്ഞനാണ്. ദേവൈരപി ദുരന്വയ, ദേവന്മാർക്ക് പോലും അങ്ങയ്ക്കുള്ള ബുദ്ധിയും അറിവും കിട്ടാൻ സാധിക്കില്ല. വളരെ വിഷമവും അപൂർവമാണ്. ശോകേനാഭിപ്രസുപ്തം തേ ജ്ഞാനം സംബോധയാമ്യഹം. എന്തോ കാരണത്താൽ ശോകം പിടിപെട്ടു, അതുകൊണ്ട് ഞാൻ പറഞ്ഞു ധരിപ്പിക്കുകയാണെന്ന്. ലക്ഷ്മണൻ ഇത് പറയുമ്പോഴേക്കും രാമന് വസിഷ്ഠൻ്റെ വാക്ക് കേട്ട് ശ്രീരാമൻ എങ്ങനെയുണ്ടായി? അതേപോലെ ലക്ഷ്മണൻ ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. എപ്പോൾ? ഈ ഉപദേശിക്കുന്ന സമയത്ത്. രാമൻ അത് കഴിഞ്ഞതിന് ശേഷം വസിഷ്ഠനോട് സംസാരിച്ച മാതിരി ലക്ഷ്മണനും അഭിനന്ദന വാക്കുകളും കൃതജ്ഞതയും രേഖപ്പെടുത്തി ശത്രുഘ്നനും ഉണ്ടായിരുന്നു. ഭരതൻ മാത്രമേ ഇല്ലായുള്ളൂ. അവരെല്ലാവരും സംസാരിച്ചു. അപ്പം ലക്ഷ്മണനും ഇത് സംസാരിക്കാനുള്ള ഒരു ശക്തിയും അറിവുമൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ മഹാഭാരത യുദ്ധം കഴിഞ്ഞ് അവസാനം ദുര്യോധനെ കാണാനില്ല. അപ്പം എല്ലാവരും കൂടി അന്വേഷിച്ച് ചെന്നപ്പോൾ അവിടെ ഒരു തടാകത്തിൽ ഇറങ്ങിയിരിക്കുക. എന്താ എല്ലാവരെയും കൊന്നതിന് ശേഷം ഇങ്ങനെ ഒളിച്ചിരിക്കണേന്ന് ചോദിച്ചപ്പോൾ, ഒളിച്ചിരിക്കുന്നതല്ല, എൻ്റെ ദേഹം ചുട്ടു നീറുന്നു, ഞാൻ തണുപ്പിക്കാൻ ഇറങ്ങിയതാ, ഞാൻ ദ്വന്ദ്വയുദ്ധത്തിന് തയ്യാറാണെന്നും പറഞ്ഞ് ദ്വന്ദ്വയുദ്ധം നടത്തി താഴത്ത് വീണ്. അപ്പോൾ കുറേ സംസാരിച്ചു ആര്? ദുര്യോധനൻ. കുറച്ചു നേരം കേട്ട് വർത്തമാനം പറഞ്ഞതിന് ശേഷം കൃഷ്ണൻ ഉടനെ പറഞ്ഞു, ഇനി ഇയാളോട് ഇവിടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിയല്ല, നമുക്ക് പോവാന്ന്. നമുക്ക് പോയിട്ട് ദുര്യോധനൻ്റെ പതനവാർത്ത ഗാന്ധാരിയെ അറിയിക്കണമല്ലോ. അതിന് നമ്മൾ എല്ലാം തയ്യാറായി കരിവാളിച്ച മുഖത്തോടു കൂടി അവിടെ പോയി സംസാരിക്കണം. ആ ദുഃഖവാർത്ത അറിയിക്കുന്ന സമയത്ത് നമ്മളൊക്കെ കരയണം എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ കരഞ്ഞുകൊണ്ടാണ് അവിടെ പോയിട്ട് ഗാന്ധാരിയോട് സംസാരിച്ചത്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അർജുനൻ കരഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ടാണ് രണഭൂമിയിൽ ഉപദേശം കൊടുത്തത്. ഗാന്ധാരിയോട് സങ്കടവാർത്ത അറിയിക്കാൻ പോകുമ്പോൾ ചിരിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ചിരി, കരച്ചിൽ എന്ന് പറയുന്നത് സ്വാഭാവികമായി വന്നു പോകുന്ന വികാരങ്ങളാണ്. ശ്രീരാമൻ ഇതെല്ലാം കേട്ടതിൻ്റെ പേരിലാണല്ലോ സിംഹാസനത്തിന് ഉപേക്ഷിക്കാനും സീതയെ ഉപേക്ഷിക്കാനും അവസാനം ലക്ഷ്മണനെയും കൂടി ഉപേക്ഷിക്കേണ്ടി വന്നു. ഉപേക്ഷിച്ചു, പോന്ന് പറഞ്ഞു. ലക്ഷ്മണൻ പോയി. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും രാമനും പോയി, തൻ്റെ ശരീരത്തെയും വിട്ടു. ഇതിലധികം നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾക്ക് എത്ര പേർക്ക് ഇങ്ങനെ വിടേണ്ടി വരുമ്പോൾ വിടാൻ സാധിക്കും? എന്നാൽ പലർക്കും പലതും വിടേണ്ടി വരുന്നുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. അതിനെല്ലാറ്റിനും ബലം നൽകുക, അതിനുള്ള എൻറിച്ച്മെൻറ്റ്, ധന്യത ഉണ്ടാക്കുക, ആത്മബല സമ്പന്നരാക്കി തീർക്കുക. അതാണ് ഈ ഉപദേശത്തിൻ്റെ ഉദ്ദേശം. കേട്ടോളൂ. ബഹികൃത്രിമ സംരംഭോ ഹൃദി സംരംഭവർജിത കർത്താ ബഹിരകർത്താന്തഃ ലോകേ വിഹര രാഘവ. രാമ, ലോകത്തിൽ വിഹരിച്ച് തന്നെ വേണം ജീവിക്കാൻ. പുറമെ എന്തെല്ലാം സംരംഭങ്ങൾ വേണോ അത് മുഴുവനും ആയിക്കോട്ടെ. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ മനസ്സിലാവണം, ഈ ഇന്ദ്രിയങ്ങൾ കാണുന്ന ദർശനങ്ങളെല്ലാം വസ്തുക്കളായി പുറത്ത് നിൽക്കുന്നുണ്ട്. അവ ഒരൊറ്റെണ്ണം നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുന്നില്ല. അകത്തൊക്കെ മനസ്സ് രചിക്കുന്ന പ്രതിച്ഛായകളാണ്. എന്നാൽ ഈ മനസ്സ് മാത്രമേ നമുക്കുള്ളൂ? അല്ല, ബുദ്ധിയുണ്ട്, അഹങ്കാരമുണ്ട്. അതിനും അപ്പുറത്തൊരു ശുദ്ധതലമുണ്ട്.
ആ ശുദ്ധതലത്തിൽ ഒരു പ്രവൃത്തിയും നടക്കുന്നില്ല, ഒരു ഫലവും അവിടെ ചെന്ന് വീഴുന്നില്ല. ഒരു മരത്തിൻ്റെ ഉള്ളിൽ പിത്തുണ്ടല്ലോ, ആ വയറിൽ ഒരു തരം ലിക്വിഡാണ്, ഒരു ദ്രവമാണവല്. അതേപോലെ ഒരു സാധനം നമ്മുടെ ഉള്ളിലുണ്ട്. അവിടെ നിന്ന് ഒരു പ്രവൃത്തിയും നടക്കുന്നില്ല, ഒരു പ്രവൃത്തി ഫലവും അവിടെ ചെന്ന് വീഴുന്നുമില്ല. അത് നീ മനസ്സിലാക്കി ഉണർന്ന് അതിനെ പോഷിപ്പിച്ചു കൊണ്ട് വേണം ജീവിക്കാൻ. അപ്പോൾ പുറമേ നിനക്ക് കർത്തൃത്വം എത്ര വേണമെങ്കിലും ഉണ്ടായിക്കോട്ടെ, അതേപോലെ ഉള്ളിൽ അകർത്തൃത്വവും പരിലസിക്കണം. കൃത്രിമോല്ലാസഹർഷസ്ഥ കൃത്രിമോദ്വേഗഗർഹണ കൃത്രിമ ആരംഭ സംരംഭോ ലോകേ വിഹര രാഘവ. ആരോട് എങ്ങനെ വേണമെങ്കിലും സമയത്തിനനുസരിച്ച് സംസാരിക്കാനും പ്രതികരിക്കാനും നമുക്ക് സാധിക്കണം. ഷഠനോട് ഷാഠ്യം എന്നുവരെ നമ്മുടെ സദാചാര മൂല്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ പുറമേ കാണുന്നതൊക്കെ ഒരു കൃത്രിമമാണെന്ന് മനസ്സിലാക്കുക. ഈ ലോകം തന്നെ കൃത്രിമമാണല്ലോ. ആ കൃത്രിമത്തിനനുസരിച്ച് ഉല്ലാസവും ഹർഷവും ആയിക്കോട്ടെ, ഉദ്വേഗവും ഗർഹണവും ആയിക്കോട്ടെ. പലപ്പോഴും നമ്മുടെ മനസ്സ് സംഘർഷം കൊണ്ടു എന്ന് വരാം. നമുക്ക് നിന്ദ ചെയ്യേണ്ടി വരും, ചിലതിനെ ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് വാദിക്കേണ്ടി വരും, ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കേണ്ടി വരും, പലതും നമുക്ക് വരാം. കൃത്രിമ ആരംഭ സംരംഭോ, ചെയ്യുന്ന തുടക്കങ്ങളും സംരംഭങ്ങളും എല്ലാം തന്നെ പുറമെ ധൂംധാമോടുകൂടി നടത്തിക്കോളൂ, പക്ഷേ ഉള്ളിൽ അതൊന്നും ബാധിക്കരുത്. ആ ഉള്ളിലുള്ള ആഴം, ഈ ലോകം പ്രതിഫലിക്കുന്നുണ്ടല്ലോ നിങ്ങളുടെ മനസ്സിൽ, ആ പ്രതിഫലനവും അതിൻ്റെ പിന്നിലുള്ള ആഴവും കണക്കാക്കുകയാണെങ്കിൽ ഏതാണ് കൂടുതൽ? ആകാശമോ കൂടുതൽ, അതോ വസ്തുജാലങ്ങളോ ഗോളങ്ങളോ? അതേമാതിരി നമ്മുടെ ഉള്ളിൽ പൊന്തി വിരിഞ്ഞ് അസ്തമിക്കുന്ന ചിന്തകളും വികാരങ്ങളും ഭാവങ്ങളും ആലോചനകളും എല്ലാം വളരെ നിസ്സാരങ്ങളാണ്. അവയെ ഉൾക്കൊള്ളുന്ന ആ വിശേഷപ്പെട്ട ചിതാകാശമുണ്ടല്ലോ, അത് എത്രയോ വലുപ്പമുള്ളതാണ്. അതിനെ മനസ്സിലാക്കി അതിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കൂ. ആശാപാശതോന്മുക്ത സമസർവാസു വൃത്തിഷു ബഹി പ്രകൃതികാര്യസ്ഥോ ലോകേ വിഹര രാഘവ. ആശാപാശതോന്മുക്ത, ഒരു വിധത്തിലും നിനക്ക് ആശകളിൽ കുടുക്കം വരരുത്. ആശാമുക്തനായിരിക്കൂ. എല്ലാറ്റിനെയും സമദൃഷ്ടിയോടുകൂടി കാണൂ. എന്ത് വേണമെങ്കിൽ വരട്ടെ, എന്ത് വേണമെങ്കിൽ പോട്ടെ. വരുന്നതിന് സ്വാഗതം, പോകുന്നതിനും സ്വാഗതം. ഇത് വരുന്നതിന് മാത്രം സ്വാഗതം, പോകുന്നതിനില്ല എന്ന് പറയരുത്. ആ ഇരട്ടത്താപ്പ് നയമാണ് നമ്മളെ വിഷമിപ്പിക്കുന്നത് മുഴുവനും. അങ്ങനെ ഈ ലോകത്തിൽ വിഹരിച്ചു കൊണ്ടിരിക്കൂ. ഇതിൽ ആദ്യത്തെ അവസ്ഥ ജന്മനാ നമുക്കുണ്ടാവുന്നതാണ്. രണ്ടാമത്തേത് വളർത്തിയെടുത്ത് വരുന്നതാണ്. ആ വളർത്തിയെടുക്കുന്നതിലാണ് സത്സംഗവും വസിഷ്ഠനുമായിട്ടുള്ളവർ സംസാരിക്കുന്നത് കേൾക്കുക, ഇത് പ്രയോജനപ്പെടുന്നത്. അത് നല്ല പോലെ മനസ്സിലാക്കുക. ഈ പറഞ്ഞത് എല്ലാറ്റിൻ്റെയും ഒരസൽ എന്താ എന്നറിയാമോ? ഇങ്ങനെ മനസ്സിലാക്കി, രാമ, നീ സിംഹാസനത്തിലിരുന്ന് പ്രജാക്ഷേമത്തിന് വേണ്ടി പ്രജാപരിപാലനം നടത്തണം. ആ നടത്തുന്ന സമയത്ത് എന്തു വേണമെന്നറിയാമോ? പല വിധത്തിലുള്ള പ്രവൃത്തികളും നിനക്ക് ചെയ്യേണ്ടി വരാം. ദുഷ്ടന്മാരെ ശിക്ഷിക്കേണ്ടി വരും, വധിക്കേണ്ടി വരാം, ശിഷ്ടന്മാരെ സമ്മാനിക്കേണ്ടി വരും. പല രാജാക്കന്മാരും ഇങ്ങനെ ദുഷ്ടന്മാരെ കൊന്ന്, ആ കൊന്നത് മനസ്സിൽ വല്ലാതെ തറച്ച് സിംഹാസനം ഉപേക്ഷിച്ച് കാട്ടിൽ ചെന്ന് തപസ് ചെയ്യാൻ പോയ മഹാത്മാക്കളും നമ്മുടെ രാജാക്കന്മാരുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം രാജഭരണം എന്ന് പറഞ്ഞാൽ കരുത്തോടുകൂടി, കാർക്കശ്യത്തോടുകൂടി നടത്തേണ്ടതാണ്. അതും സന്ദർഭം വരാം. അങ്ങനെ എന്തു വന്നാലും നിന്റെ മനസ്സ് അതിനെയെല്ലാം ഉൾക്കൊള്ളാൻ പര്യാപ്തമാകണം. അതിനുവേണ്ടി പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. വിശ്വപ്രപഞ്ചരചനേയം അസത്യരൂപ നാസത്യരൂപമനുധാവതി രാമതജ്ഞഃ തജ്ഞോസി ശാന്തകലനോസി നിരാമയോസി നിത്യോദിതോസി ഭവസുന്ദര ശാന്തശോകഃ. ഇവിടെയുള്ള ബ്രഹ്മചാരിണികൾക്ക് ഞാൻ പറയാറുണ്ട്, ചിലപ്പോൾ മനസ്സിന് വിഷമമുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ശ്ലോകം ചൊല്ലൂ, നല്ലോണം ഉറക്ക ചൊല്ലൂ, ഉരുവിടൂ എന്ന് പറയും. അത്ര വിശേഷപ്പെട്ട ഒരു ശ്ലോകമാണ് അത്. വിശ്വപ്രപഞ്ചരചനേയം അസത്യരൂപ. നമ്മൾ ഈ ലോകത്തിൽ ജനിച്ച് വളർന്ന് വ്യവഹരിക്കുന്നുണ്ടല്ലോ, ഇതൊക്കെ സമ്മതിച്ചു ഞാൻ. പക്ഷേ ഈ വ്യവഹരിക്കുന്ന ഈ ലോകത്തിന്
വാസ്തവികത എത്രത്തോളം ഉണ്ട് എന്ന് ചോദിച്ചാൽ ഇല്ല. ഇതൊക്കെ മനസ്സിൻ്റെ പ്രതിഭാസമാണ്. ഇത് ശ്രീരാമനോട് വസിഷ്ഠൻ മാത്രം പറയുന്നതാണോ? അല്ല. ശ്രീമദ് ഭാഗവതം എടുത്തോളൂ. ഒരു 1400 കൊല്ലം മുമ്പ് എഴുതിയ ഗ്രന്ഥാണത്. അതിൽ പറയാണ്, അവിദ്യമാനോപ്യവഭാതി ഹിദ്വയോ ധ്യാതുർധിയ സ്വപ്നമനോരഥൗ യഥാ. ഒന്ന് ശ്രദ്ധിക്കൂ ഞാൻ പറയുന്നത്. അവിദ്യമാനഃ അപി അവഭാതി. വാസ്തവത്തിൽ ഇല്ലാത്തതാണത്. എന്നാലും ഇത് പ്രകാശിക്കുന്നു, പ്രതിഭാസിക്കുന്നു. എന്താ കാരണം? നോക്കുന്നവൻ്റെ മനസ്സിനാലും ബുദ്ധിയാലും. ഏതുപോലെ? സ്വപ്നം കാണുന്നത് പോലെ. ഉറങ്ങിക്കിടക്കുന്നവൻ ലോകത്തെ മുഴുവൻ മറന്ന് തന്നെയും മറന്നിട്ടാണ് കിടന്നുറങ്ങുന്നത്. ആ ഉറക്കത്തിൽ നിന്ന് ടപ്പുന്നൊരു വീഴ്ച വീണിട്ട് ഒരു സ്വപ്ന ലോകവും സ്വപ്ന ദർശനവും സ്വപ്ന വ്യവഹാരവും ഉണ്ടാവുന്നു. ആ സ്വപ്ന ലോകവും വ്യവഹാരവും ഒക്കെ രചിച്ചത് ആരാ? ഉറങ്ങിക്കിടക്കുന്നവൻ്റെ ഉള്ളിലെ രചനയാണത്. മനസ്സ് രചിക്കുന്നതാണ്, കോൺഷ്യസ്നെസ് രചിക്കുന്നതാണ്. അപ്പോൾ കോൺഷ്യസ്നെസ് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഇത്ര വലിയ ഒരു ലോകം രചിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പം ആ രചന എന്താ? വാസ്തവികമല്ല, അത് അവാസ്തവമാണ്. ഭാഗവതം ഉറക്കെ പറയുക. ഹംസഗീത എന്നൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് കൃഷ്ണൻ പറയുകയാണ്, ഈ ക്ഷേത വിഭ്രമമിതം മനസോ വിലാസം ദൃഷ്ടം വിനഷ്ടം അതിലോലം അലാതചക്രം. ഈ കാണുന്നത് മുഴുവനും വിഭ്രമമാണെന്ന് മനസ്സിലാക്കിക്കോളൂ. ഇതെല്ലാം മനസ്സിൻ്റെ വിലാസമാണ്. നോക്കിക്കണ്ടൊരിക്കെ എല്ലാം തന്നെ നശ്വരമായി നശിച്ചുകൊണ്ടിരിക്കുന്നു. അലാതചക്രം പോലെയാണത്. അലാതചക്രം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു തീ കൊണ്ടുണ്ടാക്കിയ ഒരു പന്തം. ആ പന്തത്തിനെ ഇങ്ങനെ വട്ടത്തിൽ ചുറ്റിയാൽ, ഞാൻ ചുറ്റുമ്പോൾ നിങ്ങൾക്കൊരു വട്ടം കാണാം ഇതിൻ്റെ ഉള്ളിൽ. വാസ്തവത്തിൽ വട്ടമുണ്ടോ അവിടെ? അതുപോലെയാണ് ഈ കാണുന്ന ലോകവും ഈ വസ്തുജാലങ്ങൾ മുഴുവനും. നമ്മുടെ നോക്കുന്ന ഇന്ദ്രിയങ്ങൾ രചിക്കുന്നതാണത്. ഇത് നല്ല പോലെ മനസ്സിലാക്കണം എന്ന്. അപ്പം ഇത് വസിഷ്ഠൻ മാത്രം രാമനോട് പറഞ്ഞു കൊടുക്കുന്നതാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. വാസ്തവം എല്ലാവർക്കും വാസ്തവം തന്നെയാണ്. നിങ്ങൾക്കൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പം പറയാണ്, വിശ്വപ്രപഞ്ചരചനേയം അസത്യരൂപ നാസത്യരൂപമനുധാവതി രാമതജ്ഞ. നീ എൻ്റെ മുമ്പിൽ വന്നിരുന്നത് ഈ ലോകത്തിൻ്റെ ദുഃഖവും ദുരിതവും എണ്ണി എണ്ണി പിറക്കി പറഞ്ഞുകൊണ്ടാണ്. അത് തീരാനാണ് നീ എന്നോട് ആവശ്യപ്പെട്ടത്, തീർത്തു തരണമെന്ന്. അത് തീരാൻ വേണ്ടി ഞാൻ പറയണത് നല്ല പോലെ കേൾക്കുന്നു. ഈ വിശ്വത്തിലുള്ള ഈ പ്രപഞ്ചം, വിശ്വപ്രപഞ്ച രചനയുണ്ടല്ലോ, ഇതെല്ലാം വാസ്തവത്തിലുള്ളതല്ല. വാസ്തവത്തിൽ ഇല്ലാത്തതിൻ്റെ പിന്നാലെ സത്യസന്ധതയും സത്യം ആവശ്യപ്പെടുന്ന നീ എങ്ങനെ പോവും? നീ ആവശ്യപ്പെടുന്നത് സത്യമാണ്. അപ്പൊ സത്യകാംക്ഷിയായിരിക്കുന്ന നീ എന്തു വേണം? തജ്ഞോസി ശാന്തകലനോസി നിരാമയോസി. ഞാൻ പറഞ്ഞു തന്നത് മുഴുവനും കേട്ട് നിന്റെ മനസ്സും ബുദ്ധിയുമെല്ലാം ലയിച്ചു ഉള്ളിൽ പോയി അന്തരാത്മാവിൽ ചെന്നാണ്. അതിന് ഞാൻ സംസാരിക്കുന്നത് പോലും നിർത്തിവെക്കേണ്ടി വന്നു നീ കണ്ണു തുറക്കുന്നത് വരെ. അപ്പൊ ഈ കാണുന്നത് മുഴുവനും വാസ്തവത്തിൽ ഉണ്ടെങ്കിൽ എല്ലാം എങ്ങനെ പോയി? പോയ അവസ്ഥയിലോ നിനക്ക് സുഖം, അതോ ഉള്ള സമയത്തോ? ഇത് നല്ല പോലെ മനസ്സിലാക്കി ഞാൻ സത്യമറിഞ്ഞവനാണ്, അതുകൊണ്ട് എൻ്റെ മനസ്സിനെ ക്ഷോഭത്തിന് വിധേയമാക്കരുത് എന്ന് വിചാരിച്ച് ശാന്തകലനോസി നിരാമയോസി, ഒരു വിധത്തിലുള്ള ആമയവും നിനക്കുണ്ടാവരുത്. നിത്യോദിതോസി, എല്ലാ സമയത്തും നിന്റെ ഉള്ളിൽ നിന്ന് ചിന്തയാണെങ്കിൽ ചിന്ത, വിചാരമാണെങ്കിൽ വിചാരം, വികാരമാണെങ്കിൽ വികാരം, ഓർമ്മയോ ആലോചനയോ എന്തോ അതിങ്ങനെ പൊന്തി 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 വരട്ടെ. ഓരോന്നും പൊന്തി വരുമ്പോൾ നീ എന്ത് മനസ്സിലാക്കണം? ബോധത്തിൽ വിരിയുന്ന കുമിളകളാണത്, ബോധോദയമാണത്. അങ്ങനെ മനസ്സിലാക്കി എല്ലാം സൂചിപ്പിക്കുന്നത് ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ആത്മസത്യത്തെയും ആത്മതലത്തെയും അതിൻ്റെ വൈഭവത്തെയുമാണ് എന്ന് മനസ്സിലാക്കി ഭവസുന്ദര ശാന്തശോക, എന്നേക്കുമായി ദുഃഖം നിന്റെ മനസ്സിൽ അസ്തമിച്ചു പോട്ടെ, ശാന്തശോകനായി തീരൂ. വിശ്വപ്രപഞ്ചരചനേയമസത്യരൂപ നാസത്യരൂപമനുധാവതി രാമതജ്ഞ.
തജ്ഞോസി ശാന്തകലനോസി നിരാമയോസി നിത്യോദിതോസി ഭവസുന്ദര ശാന്തശോക. നോക്കൂ, ഈ ശ്ലോകം ഉണ്ടല്ലോ, ഇത് നിങ്ങൾ കുറച്ച് തവണ ചൊല്ലി തൻ്റെ ചെവി കൊണ്ട് നല്ലോണം കേട്ട് രസിച്ചു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ആയിത്തീരും. വേറെ ഒന്നും വേണ്ട. സാഹിത്യത്തിന് അങ്ങനെ വലിയൊരു ശക്തിയുണ്ട്. അത് നല്ല പോലെ മനസ്സിലാക്കണം. ഞാൻ ഇന്ന് നിർത്തുകയായി. ഇനി ചോദ്യങ്ങളുണ്ടെങ്കിൽ അതിന് മറുപടി പറയാം. നാളെ ഞാൻ എന്താ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, 6 പ്രകരണമാണല്ലോ. അതിൽ 5ാമത്തെ പ്രകരണത്തിലുള്ള ശ്ലോകങ്ങളാണ് ചിലത് നിങ്ങളോട് ഞാനിപ്പോൾ പറഞ്ഞത്. ലോകത്തിൽ നീ വിഹരിക്കണം, കഷ്ടപ്പെട്ട് ജീവിക്കരുത്, ആയാസം മുഴുവനും പോയി അനായാസമായി ജീവിക്കൂ എന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ട് 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 രാമൻ ഇങ്ങനെ കണ്ടിരുന്നു. ഒരു ബോധവുമില്ല, ബാഹ്യബോധം. അങ്ങനെ രാമൻ ഇരുന്നപ്പോൾ വിശ്വാമിത്രനും വാൽമീകിയും എല്ലാവരും കൂടി പറഞ്ഞു, വസിഷ്ഠ മഹർഷി, ഈ രാജകുമാരന് 16 വയസ്സായിട്ടില്ല, തികഞ്ഞിട്ടില്ല. ആ കുട്ടി ഇങ്ങനെ ഇരുന്നാൻ പറ്റില്ല. ആ കുട്ടിയെ മഹർഷിയെ അങ്ങ് ഉണർത്തണം. ഉണർത്തി ഈ ലോകത്തിൽ എത്ര കാലം ജീവിച്ച് പല അപൂർവ കൃത്യങ്ങളും രാമന് നിർവഹിക്കാനുണ്ട്. അതൊക്കെ നിർവഹിച്ച് കാലാന്തരത്തിലേ പോകാൻ പാടുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം അങ്ങ് ദയവ് ചെയ്ത് ഈ കുട്ടിയെ ഉണർത്തി വ്യവഹാരക്ഷമനാക്കി തീർക്കണം, ബാഹ്യബോധം വരുത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് സംസാരിച്ചത് മുഴുവനും ഈ ലോകത്തിൽ പ്രബുദ്ധമതിയായി ജീവൻ മുക്തനായി ഒരു തരത്തിലുള്ള അല്ലലും അലട്ടലുമില്ലാതെ എങ്ങനെ ജീവിക്കാൻ പറ്റും, എങ്ങനെ കഴിയും, അതിനുള്ള താക്കോലെവിടെ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഭാഗമാണ് നിർവ്വാണ പ്രകരണം മുഴുവനും. അതിൻ്റെ ഉത്തരാർദ്ധത്തിൽ പ്രത്യേകിച്ചു ആ ഭാഗമാണ് നാളെ പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കാൻ പോകുന്നത്. എങ്ങനെ ശ്രീരാമൻ അനങ്ങാതെ ഇരുന്നു എന്നും, അങ്ങനെ അനങ്ങാതെ ഇരുന്ന ശ്രീരാമനെ അങ്ങനെ ഇരിക്കാൻ അനുവദിക്കരുത്, ദയവ് ചെയ്ത് ഉണർത്തൂ, അയാളെ ലോകത്തിൽ തത്പരനാക്കി തീർക്കൂ എന്ന് പറഞ്ഞ് അതനുസരിച്ച് വസിഷ്ഠർ പറയുന്ന ഭാഗത്തിൽ നിന്നാണ് നാളെ മിക്കവാറും ഞാൻ സംസാരിക്കുക. അപ്പം രാമന് ഇതൊക്കെ കേട്ടിട്ട് എന്തുണ്ടായി എന്നുള്ള ചോദ്യത്തിന് ചുരുക്കത്തിൽ ഞാൻ മറുപടി നിങ്ങളോട് പറഞ്ഞു. ഇതിനെ എത്ര വേണമെങ്കിൽ നമുക്ക് വിപുലമാക്കി തീർക്കാൻ പറ്റും. പക്ഷേ യോഗവാസിഷ്ഠ രാമായണത്തിൻ്റെ ഉദ്ദേശം രാമനെ ഉദ്ബുദ്ധനാക്കിയതുപോലെ ശ്രോതാക്കളെ എല്ലാവരെയും ആക്കണം എന്നാണ്. അതിന് പറ്റിയ തരത്തിലുള്ള ദീർഘവിസ്താരങ്ങൾ ഈ ഗ്രന്ഥത്തിലുണ്ട്. നമുക്കിന്ന് നിർത്താം. നാളെ നമ്മുടെ ശ്രീരാമൻ കണ്ണടച്ചിരിക്കുന്നത് കാണാൻ എല്ലാവരും വരും. സംവേദ്യവർജിതമനുത്തമമേകമാദ്യം സംവിത്പദം വികലനം കലയൻ മഹാത്മൻ ഹൃദ്യേവ തിഷ്ഠ കലനാരഹിത ക്രിയാം തു കുർവൻ അകർത്തൃപദമേത്യ ശമോദിതശ്രീ കുർവൻ അകർത്തൃപദമേത്യ ശമോദിതശ്രീ. ഹരി ഹരി ഹരി. നമുക്കൊരു ഓങ്കാരം ജപിച്ച് നിർത്താം. ഓ ഓ